ഗായ്സ്, അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ കേട്ടോ. ഇന്ന് നമുക്ക് അവധിയാണ് ഗൈസ്. അപ്പോൾ അത് കാരണം നമ്മൾ രാവിലെ തന്നെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ അങ്ങോട്ട് തീർത്ത് വെച്ച് സമാധാനപരമായിട്ട് ഇരുന്നു. അപ്പോൾ രാവിലത്തെ ഉച്ചയ്ക്ക് ഞാൻ 3 നിരടീൻ പയർക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നമുക്ക് ഇത്ര വലിയ പ്രത്യേകത എന്നുള്ളതല്ല. എനിക്ക് ഈ ഡിമോൺ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഞാൻ എല്ലാ പരിപാടിയും തീർത്ത് വെച്ചിട്ട് എനിക്കിത് ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ എനിക്ക് സെക്കൻഡ് ടൈം കൂടെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കൊറിയൻ ഡ്രാമയാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പോൾ ഞാനിത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ട് പിന്നെ ഞങ്ങളൊരു 6 മണി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോഫി കുടിക്കാനായിട്ട്, അവൾക്ക് ചായ എനിക്ക് കോഫി കുടിക്കാനായിട്ട് ഞങ്ങൾ ടീ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അബദ്ധത്തിൽ ഞാൻ ഉള്ളിവടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉള്ളിവട കടിക്കാൻ പോലും പറ്റണില്ല. ഒന്നാമത് ഈ ക്ലിപ്പ് ഇട്ടിരിക്കണ കാരണം എനിക്ക് കുറച്ച് ഹാർഡായിരുന്നു കഴിച്ച്. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ അതിങ്ങനെ ചവച്ചായിരിക്കും എനിക്ക് പറ്റുന്നില്ല. കാരണം അതിങ്ങനെ കടിക്കാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല. ചായ കുടിക്കാൻ വരെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിക്കും എന്തിനാണ് കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കുറച്ച് സ്ട്രഗിൾസ് വരുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ തന്നെ എല്ലാം വരുത്തി വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു കേട്ടോ. പിള്ളേരുടെ ഡാൻസും ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് പിള്ളേർ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒരു എമർജിഫിക്കേഷൻ മോഡൊക്കെ ആയിരുന്നു കേട്ടോ പിള്ളേരുടെ ഡാൻസ്. കാരണം ചെറിയ കുട്ടികൾ ഇത്ര നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് അവരുടെ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും വളരെ പ്രൗഡ് മൊമെൻ്റ് ആണ്. ഗൂസ് ബംസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒക്കെ ആയിട്ട് കുറച്ച് അലഞ്ഞ് തിരിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു. നമുക്ക് ലൈഫ് സ്റ്റൈൽ അങ്ങനെ കുറേ കടകളുണ്ട് അവിടെ. ഈസി ബൈ ട്രെൻഡ്സ് ഉണ്ട് അവിടെ. ട്രെൻഡ്സ് ഉണ്ട് തോന്നും. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കും. പിന്നെ അവിടെ വയ്ക്കും. ഇതൊക്കെ വിളിട്ട് നോക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അവിടെ നല്ലൊരു ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ തന്നെ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈസി ബൈന്നാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഡ് സെറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ താഴെ പരിപാടി നടക്കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്കർ ഇത് എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞത് 79. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എത്രാമത്തെ ആണൊക്കെ. ഇവൾ പറഞ്ഞത് 79 അപ്പോൾ ഇവൾ പറഞ്ഞ കോൺഫിഡൻസിൽ ഞാൻ നിൽക്കാം. അപ്പോൾ വേറൊരാളെ വിളിച്ചിട്ട് ആൻസർ കറക്റ്റായി ആൾക്കാർ കൈവന്തിക്കാൻ പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ യോജിച്ചില്ല. അപ്പോൾ ഒരാൾ വന്നിട്ട് 79 പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു 79 അല്ല 78 പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ. അപ്പോൾ ഞങ്ങൾ ആ ചേട്ടനെ കളിയാക്കി കൊണ്ടൊക്കെ കറന്നിരുന്നിട്ട് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, കാൽക്കുലേറ്റർ എടുത്തിട്ട് കൗണ്ട് ചെയ്ത് നോക്കി. അപ്പോൾ കറക്റ്റാണ് 78. അപ്പോൾ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി. 78 ആണോ 79 ആണോ? കറക്റ്റ് കാൽക്കുലേറ്റർ വെച്ച് നോക്കുമ്പോൾ 78. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് തലവേനൊക്കെ എടുക്കുന്ന വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ഹൈലൈറ്റ് മാറി തുടങ്ങിയിട്ട്. ഹൈലൈറ്റ് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് പാനിപ്പൂരി കഴിക്കാം, അല്ലെങ്കിൽ അവിടെ കയറാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അതിന് ഹൈലൈറ്റ് ഞങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ വായിച്ചേട്ടൻ്റെ പാനിപ്പൂരി, മസാലപ്പൂരി, ബേൽപ്പൂരിയൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടേക്ക് പോയിട്ടു. അപ്പോൾ ഞങ്ങൾ സ്ഥിരം ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് കല്യാണം കഴിഞ്ഞ് വന്ന ടൈം തൊട്ട് ഇതുവരെ നമ്മൾ എപ്പോഴും പോകുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് അത്ര നല്ല പരിചയമുള്ള വായിച്ചേട്ടനാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ആകെ കഴിക്കാറുള്ളതും ഇവിടെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ ഇവിടെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് ഏത് സ്പേസിൽ നിന്നൊക്കെ വന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ പള്ളിയിൽ ക്ലിപ്പിട്ടത് അവൾക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അതായത് തന്നെ കളിയാക്കും. എന്തിനാണ് ഇടാൻ പോയി, ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെയാണെന്ന് കുറേ കളിയാക്കൊക്കെ ചെയ്യും. അപ്പോൾ അവൾ ഓർഡർ ചെയ്ത ഐറ്റമാണ് കേട്ടോ പാനിപ്പൂരി. ഞാൻ ഓർഡർ ചെയ്തത് ബേൽപൂരിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോയി. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇട്ടിട്ട് കഴിക്കാണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ആക്കിയിട്ട് ബൈ ബൈ.